വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 13ഉം 14ഉം പുസ്തകങ്ങളാണ് 1-2 ദിനവൃത്താന്തങ്ങൾ, സാമുവേൽ 1-2, രാജാക്കന്മാർ 1-2 എന്നീ 4 ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. ദിനവൃത്താന്തം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ്. മൊത്തം 41 രാജാക്കന്മാരിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ 5 രാജാക്കന്മാരാണ് ദാവീദ്, സോളമൻ, യഹോഷാഫാത്ത്, ഹെസക്കിയ, ജോസിയ. മറ്റ് രാജാക്കന്മാരുടെ അവിശ്വസ്തത കാരണം അവരുടെ ഭരണസമയത്ത് വളരെയേറെ വിപത്തുകൾ ഇസ്രായേലിന് വന്ന് സംഭവിച്ചു. ആദാം മുതൽ അബ്രഹാം വരെയുള്ള 1656 വർഷത്തിൽ 20 തലമുറകളാണ്. ആദാം, സേത്ത്, എനോഷ്, കേനാൻ, മഹാലേൽ, ജാരേദ്, എനോക്ക്, മെത്തുസല, ലാമെക്, നോവ, ഷേം, അർഫസാദ്, ഷേല, ഏബേർ, പെലേഗ്, റേയു, സെറൂഗ്, നാഹോർ, ടെര, അബ്രഹാം. അബ്രഹാമിന് സാറായിൽ ജനിച്ചവരാണ് യാക്കോബും ഏസാവും. ഇതിൽ യാക്കോബ് എന്ന ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച ഇസ്മായേലിൻ്റെ വംശാവലി നെയ്റോബോത്തിൽ തുടങ്ങി കെഡമയിൽ അവസാനിക്കുന്നു. അബ്രഹാമിന് കെത്തുറായിൽ ജനിച്ച സിമ്രൻ്റെ വംശാവലി ഡെഡണും ഐഡയിലുമായി അവസാനിക്കുന്നു. അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള 14 തലമുറകളുടെ കാലഘട്ടം 480 വർഷങ്ങളാണെന്ന് 1 രാജാക്കന്മാർ 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിവരിക്കുന്നു. ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറകളാണുള്ളത്. ദാവീദിൻ്റെ പുത്രനായ സോളമൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ രഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയയുടെ പുത്രന്മാരായിരുന്നു യോനാൻ, യഹോയാക്കീം, സെദേക്കിയ, ഷല്ലൂം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.